ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മോന് കൊടുക്കുന്ന ദാൽ റൈസ് സിർലാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിനായി 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1 ഗ്ലാസ് പച്ചരിയുടെ അളവിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കുന്നത്. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ദാലുകളാണ് കേട്ടോ. 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ ചെറുപയർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂങ് ദാലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 സ്പൂൺ തുവരപ്പരിപ്പ്, 2 സ്പൂൺ മസൂർ ദാല്, ഇതുകൂടാതെ 2 സ്പൂൺ കടലപ്പരിപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായി ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്യണം. ഇതുകൂടാതെ ഒരു ദാല് കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിടാം. ഇത്രയും ടൈപ്പ് ദാലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബേബി ഫുഡാണ് കേട്ടോ. ഒരു 8 മന്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്കിത് ബേബീസിന് കൊടുക്കാവുന്നതാണ്. നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അത് കുറച്ചു നേരം മാറ്റി വെക്കാം. അതിനുശേഷം ഒരു തുണിയിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം വെയിലത്ത് വെക്കാം. വെയിലത്ത് വെക്കുമ്പോഴേക്കും ഇതിലെ വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ടാകും. ഇനി ഒരു പാൻ വെച്ച് ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 25 to 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. കാരണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 70% കുക്കായി കിട്ടണം. ഇതുകൂടാതെ 2 സ്പൂൺ പൊട്ടുകടല, 1 സ്പൂൺ സൺഫ്ലവർ സീഡും 1 സ്പൂൺ പംകിൻ സീഡും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നട്ട്സിൽ 6 വാൾനട്ടും 7 കാഷ്യൂനട്ടും പിന്നെ ഒരു 20 ബദാമും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പിസ്തയും ആഡ് ചെയ്യാം. പച്ചരി എടുത്ത അതേ അളവിൽ മഖാനയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, അതായത് താമരവിത്ത്. ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. മഖാനയും നട്ട്സും ഞാൻ സെപ്പറേറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം അതിന് കുക്കിംഗ് ടൈം കുറവാണ്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയി കിട്ടും. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് ചൂടാറിയതിനു ശേഷം ഫൈനായി പൊടിച്ചെടുക്കാം. കുട്ടികളിൽ ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് അയമോദകവും 1 പിഞ്ച് ജീരകം കൂടി ആഡ് ചെയ്യാം. ഫൈനായി പൊടിച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഏകദേശം 1 മാസം വരെ നമുക്കിത് പുറത്തു വെച്ച് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. പൊടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സിർലാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ആഡഡ് ഷുഗറോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെയില്ല. കുട്ടികൾക്ക് അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.